ഈ പെൺകുട്ടി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്ന് നോക്കിയപ്പോ അവളുടെ ചെരുപ്പിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് അവൾ മനസ്സിലാകുന്നു. അവളുടെ ചെരുപ്പ് കാണാതെ പോയ ദേഷ്യത്തിൽ അവൾ സ്പീഡിൽ നടന്നു വന്നപ്പോ അവിടെ കിടന്ന തേങ്ങയിൽ അവൾ അറിയാതെ ചവിട്ടുന്നു. അവളുടെ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് അവൾ പേടി വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ ഹീറോ അവിടെ വന്ന് അവളെ പിടിക്കുന്നു. അങ്ങനെ അവര് രണ്ടുപേരും പരിചയപ്പെടുന്നു. എന്നിട്ട് അവര് രണ്ടുപേരും ലിവിംഗ് ടുഗെദറിന് പ്ലാൻ ചെയ്ത് ലിവിംഗ് ടുഗെദറിൽ ഇരിക്കുന്നു. അങ്ങനെ ലിവിംഗിൽ 2 ഇയേഴ്സ് ഇരുന്നത് കൊണ്ട് അവരത് സെലിബ്രേറ്റും ചെയ്യുന്നു. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അവൾ കബോർഡ് തുറന്നപ്പോ കബോർഡിൽ ഒരു ഹീൽസ് ഉള്ള ചെരുപ്പിരിക്കുന്നത് അവൾ കാണുന്നു. അത് ആരെയാന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം മോർണിംഗ് അവന് കോഫി കൊടുത്തപ്പോ ആ ചെരുപ്പും കൂടെ എടുത്തോണ്ട് വന്ന് അവന്റെ അടുത്ത് വെക്കുന്നു. പക്ഷെ അവൻ അത് ശ്രദ്ധിക്കാതെ കോഫി മാത്രം എടുത്ത് കുടിച്ചിട്ട് കോഫി നല്ലതാന്ന് പറയുന്നു. അവൾക്ക് ദേഷ്യം വന്നിട്ട് ഇത് ആരുടെ ചെരുപ്പാന്നും പറഞ്ഞ് അവള് ചോദിച്ച് വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. അത് ആരുടെ ചെരുപ്പാന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നു. എന്നിട്ട് അതെന്റെ എക്സിന്റെയാന്ന് പറയുന്നു. ഇതെന്നെ ഇത്രയും ദിവസമായിട്ട് നീ എടുത്ത് കളയാതെ എന്ന് ചോദിക്കുന്നു. അതിനവൻ ഇത് ഇവിടെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയെന്നും പറഞ്ഞിട്ട് അവൻ കാഷ്വൽ ആയിട്ട് ഏറ്റുപോകുന്നു. പക്ഷെ ഇവളെ കൊണ്ട് നോർമൽ ആയിട്ട് ഇരിക്കാൻ കഴിയാതെ കുറെ ദിവസമായിട്ട് ആ കാര്യം തന്നെ ചിന്തിച്ച് ഉറക്കമില്ലാതെ ഇവൾ ഇരിക്കുന്നു. ഇങ്ങനെ ഇവൾ ഓവറായിട്ട് സ്ട്രെസ് ആകുന്നത് കൊണ്ട് ഇവർക്കുള്ളിൽ വഴക്കുകൾ വരാൻ തുടങ്ങുന്നു. ഈ പ്രശ്നത്തിന് ഒരു എൻഡിങ് വേണമെന്ന് ചിന്തിച്ച നമ്മുടെ ഹീറോ ആദ്യമായിട്ട് ഇവര് മീറ്റ് ചെയ്ത ആ ക്ഷേത്രത്തിലേക്ക് ഇവളെ വിളിക്കുന്നു. എന്നിട്ട് ആ പെണ്ണ് സ്റ്റാർട്ടിങ്ങിൽ അവളുടെ ചെരുപ്പ് വെച്ച ആ സ്ഥലത്ത് തന്നെ ഈ ചെരുപ്പ് കൊണ്ടുപോയി വെച്ചിട്ട് രണ്ടുപേരും ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പോയിട്ട് വന്നപ്പോഴത്തേനും ആ ചെരുപ്പ് കാണാതെ പോകുന്നു. അത് കണ്ട ഇവര് ഹാപ്പി ആകുന്നു.